ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴും ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെന്നും സത്യസന്ധമായ ഒരു ബന്ധമാണതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറെക്കുറെ സത്യമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഈ കുടുംബത്ത്. അപ്പോൾ എനിക്കൊരു നല്ല കാലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്, ഞാൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അത് വ്യക്തമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഈ ആയുസ്സങ്ങ് നഷ്ടപ്പെട്ട് കഴിയുമ്പം അയ്യോ കഷ്ടമായിരുന്നു, പാവമായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലല്ലോ. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ചേർത്ത് വയ്ക്കുക എന്നുള്ളതല്ലേ, അതല്ലേ ഒരു സ്നേഹം. കുറവുകളും കുറ്റങ്ങളും ഒന്നും ഇല്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. എല്ലാം തികഞ്ഞവരാരും ഈ ലോകത്ത് ജീവിക്കുന്നില്ല, ജീവിക്കുകയുമില്ല. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്കൊരു സന്തോഷം വരുമ്പോഴും ഒരു സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഓടി വന്ന് എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഇതും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. വെറുതെ വന്നതല്ല, വെറുതെ വന്നിട്ട് സ്നേഹിച്ചിട്ട് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 2 വർഷം സ്നേഹിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, മരണം വരേക്കും കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത്രമേൽ വിശ്വാസമുണ്ട്, അത്രമേൽ ആഴത്തിലാണ് ആ ബന്ധവും. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയണ്ടേ. എന്താകും അതിൻ്റെ ഭവിഷ്യത്ത് എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും. ചിലപ്പം ഞാൻ അന്ന് വരെ അനുഭവിച്ചതിനേക്കാളും ഡബിളായിട്ട് വീണ്ടും അനുഭവിക്കാനായിരിക്കും. എന്തായാലും കാലം തെളിയിക്കട്ടെ അതിൻ്റെ സത്യാവസ്ഥ. എങ്കിലും ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പുള്ളിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഈ ഒരു സന്തോഷവും ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം അതവിടെ നിൽക്കട്ടെ, അത് പിന്നീട് പറയാം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സംശയമാണ്. എന്നെ ഒത്തിരി പേര് വന്ന് ചോദിച്ചു ഇങ്ങനെ കണ്ടത് സത്യമാണോ എന്ന്. സത്യം അറിയാവുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. അപ്പോഴെന്തായാലും ഉറപ്പായിട്ടും ചിരിക്കാൻ മാത്രം കഴിയട്ടെ എനിക്ക്, കരയാൻ ദൈവം വഴിയൊരുക്കാതിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്.